രാഷ്ട്രീയത്തിലും മതത്തിലും ആചാര്യന്മാരുടെ അഭാവത്തെക്കുറിച്ച് ചേട്ടന് സിനിമയെക്കുറിച്ച് എന്നാ പറയാനുള്ളത്? രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞത് മതം എപ്പോഴും നമുക്കെപ്പോഴും മതത്തിന് ആവശ്യം ആചാര്യന്മാരെയാണ് മതത്തിന്. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ മതത്തിലൊക്കെ ഉള്ളത് നേതാക്കന്മാരാണ്. നേതാക്കന്മാരല്ല മതത്തിന് വേണ്ടത്. മതം അങ്ങനെ ഈ നേതാക്കന്മാരുള്ള മതമാണ് ഈ മനുഷ്യനെ ചീത്തയാക്കുന്നത്. മതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു സംഗതിയാണ്. പക്ഷേ ഈ മതം മനുഷ്യൻ്റെ മനസ്സിനെ വീണ്ടും വീണ്ടും മലിനമാക്കും ഇങ്ങനെയുള്ള നേതാക്കന്മാർ മതത്തിൻ്റെ മുകളിലിരിക്കുമ്പോൾ. മതാചാര്യന്മാരിരിക്കുമ്പോൾ അതുണ്ടാവില്ല. കാരണം അവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങളില്ല. ഈ നേതാക്കന്മാർക്ക് സ്വാർത്ഥ താല്പര്യങ്ങളാണ് ഉള്ളത്. അതുകൊണ്ടാണ് മതവും പിന്നെ അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ ഇതുപോലെ എന്താ ഈ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ സേവനമായിരുന്നു, ത്യാഗമായിരുന്നു. രാജ്യത്തിന് വേണ്ടിയുള്ള സേവനം അല്ലെങ്കിൽ ത്യാഗമൊക്കെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് കൃഷിയായി. അതും കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യവസായമായി. ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഗുണ്ടായിസമായിരിക്കും. അപ്പോൾ ത്യാഗത്തിൽ നിന്ന് ഗുണ്ടായിസത്തിലേക്കുള്ളൊരു പ്രയാണമാണ് നമ്മൾ സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ട് ഇത്രയും കാലം നമ്മൾ നേടിയെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് മതവും രാഷ്ട്രീയവും നന്നാവണമെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ സിനിമയെക്കുറിച്ചാ? സിനിമയിൽ കാലാകാലങ്ങളിൽ ഈ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ഇപ്പോൾ നമ്മൾ ഈ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്നില്ലേ, ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ഈ എല്ലാ കാലത്തും ഈ ജനറേഷൻ, അതായത് സിനിമ എടുക്കുന്ന ആളുകൾ മാറും, അതിൽ ന്യൂ ജനറേഷൻസ് പയ്യന്മാർ വരും, കുട്ടികൾ വരും, അതിലെല്ലാവരും വരും, അവരെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യും. പക്ഷേ അതല്ല ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്നത്. ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്നത് സിനിമയ്ക്ക് കാതലായ മാറ്റം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാക്കിയ ഇതുവരെ ഞാൻ മലയാള സിനിമ ചരിത്രത്തിൽ ഇതുവരെ അങ്ങനെ മാറ്റം ഉണ്ടാക്കിയ ഒരാളാണ് PN മേനോൻ എന്ന് പറയുന്നത്. അതായത് സ്റ്റുഡിയോ ഫ്ലോറുകളിൽ നിന്നും സിനിമയെ ഔട്ട്ഡോറിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഒരു ഭയങ്കര പരിവർത്തനം സൃഷ്ടിച്ച, സിനിമയിലൊരു ഭയങ്കര മാറ്റം ഉണ്ടാക്കിയ ആളാണ്. അതാണ് ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്. അന്നത്തെ കാലത്തല്ല, ഇന്നും ഒരു ന്യൂ ജനറേഷൻ്റെ വ്യക്താവിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ PN മേനോൻ്റെ പേര് പറയേണ്ടി വരും. അതാണ് ന്യൂ ജനറേഷൻ. അല്ലാതെ ഈ മറ്റേ പുതിയ ആൾക്കാർ എല്ലാ കാലവും വരുന്നതല്ലേ, എല്ലാ കാലവും പുതിയ ആൾക്കാർ സിനിമയിൽ വന്നുകൊണ്ടിരിക്കും. അവൻ വന്നുകൊണ്ടിരിക്കും. അതല്ല ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയല്ല പറയേണ്ടത്. സിനിമയ്ക്ക് മാറ്റമുണ്ടോ, അത് ന്യൂ ജനറേഷൻ. ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു ചെറിയ പിണക്കം പറയാറുണ്ട്. എന്നാന്നറിയോ, ഈ ഹോളിവുഡിലേക്ക് ഒരു ക്ഷണം കിട്ടിയതല്ലേ, അതും സ്റ്റീഫൻ സ്പീൽബർഗ്. ആരെങ്കിലും അറിഞ്ഞോ? നമ്മൾ ആരെയും ഇപ്പം ഇങ്ങനെ ഒരു ഓഫർ കിട്ടി ആരെയും നോ എന്നൊരു വാക്ക് നമ്മുടെ മനസ്സിൽ പോലും ചിന്തിക്കല. പക്ഷെ ചേട്ടന് അന്ന് ആ ഒരു പടം ചെയ്തില്ല. അത് ഏതിലായിരുന്നു ചേട്ടാ? ലോസ്റ്റ് വേൾഡ്. ജുറാസിക് പാർക്കിന്റെ സെക്കൻഡ് പാർട്ട്. എന്റെ ചേട്ടാ, ഞങ്ങൾ മലയാളികൾക്ക് എന്നാ അഭിമാനമായിരുന്നേനെ. പോവാഞ്ഞേ? അത് പോവാത്തത് നമ്മളെ കുഴപ്പമല്ല. അത് ഈ പറഞ്ഞ പോലെ ഈ ജുറാസിക് പാർക്ക് എന്ന് പറയുന്ന അതിൻ്റെ സെക്കൻഡ് പാർട്ട് ലോസ്റ്റ് വേൾഡ് സിനിമയിലെ ഒരു ഇന്ത്യൻ ക്യാരക്ടറുണ്ട്, ഒരു ഇന്ത്യൻ ഡോക്ടറുടെ. അത് ഇന്ത്യൻ വംശജനായ ഒരാൾ ചെയ്യണം. അതിനെ അവർക്ക് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ. കാസ്റ്റിംഗ് ഡയറക്ടർ ഇവിടെ ഒരു കാസ്റ്റിംഗ് ഏജൻറ്റിനെ വിട്ടു. അവർ ബോംബെയിലുള്ള ഒരു സ്ത്രീയാണ്, ഉമാ ഡക്കുന എന്ന് പറയുന്ന ഒരു സ്ത്രീ. അവർ ഞാൻ വിധേയൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പല പേരുകൾ അയച്ച കൂട്ടത്തിൽ എൻ്റെ പേരും അയച്ചു. ഒരുപാട് പേരുടെ ഇന്ത്യയിൽ നിന്നും ഒരുപാട് പേരുടെ ഹിന്ദിയിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് പേരുടെ പേര് അയച്ചു. അങ്ങനെ ആ കൂട്ടത്തിൽ എൻ്റെ പേരും അയച്ചു. അപ്പോൾ അതൊന്നും ഞാൻ അറിയുന്നില്ല ആദ്യം. അപ്പോൾ എൻ്റെ പേരും അഡ്രസ്സൊന്നും അറിയാത്തതുകൊണ്ട് അടൂർ സാറിൻ്റെ അടുത്താണ് ഇത് കോൺടാക്ട് ചെയ്തിട്ട് എല്ലാം എടുക്കുന്നത്. അന്ന് എൻ്റെ വീട്ടിൽ ഫോണൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ അങ്ങോട്ട് അയച്ചു. പിന്നെ കുറേ ദിവസം അപ്പോൾ അടൂർ സാർ, ഞാൻ അപ്പോൾ സ്ഥലത്തില്ലായിരുന്നു, വേറെ ഏതോ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് എന്തോ പുറത്തായിരുന്നു. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ അടൂർ സാറിനെ വിളിച്ചു. ഇങ്ങനെ ഒരാൾ ഇങ്ങനെ അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവർ പിന്നെയും വിളിക്കും എന്ന് പറഞ്ഞു. കുറച്ച് പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, അവർ എന്തോ സ്ക്രിപ്റ്റ് രണ്ട് പേജ് അയക്കുന്നുണ്ട്, അതൊന്ന് വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് അയക്കണം. ശരിയെന്ന് പറഞ്ഞു. ഞാനത് ഷൂട്ട് ചെയ്ത് നമ്മളെ ജനാർദ്ദൻ, ഇപ്പോഴത്തെ ഡയറക്ടറുണ്ടല്ലോ ജനാർദ്ദനൻ എന്ന് പറഞ്ഞു, അയാളെ കൊണ്ടത് ഷൂട്ട് ചെയ്ത് അത് അയച്ചു കൊടുത്തു. പിന്നെ ഞാൻ മറന്നു, കാരണം ഇത് ഇന്ത്യയിലുള്ള എത്രയോ നടന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലും തെറ്റല്ലേ എന്ന് വിചാരിച്ചിട്ട് വിട്ടു. അപ്പോൾ അത് വളരെ പിന്നെ അത് മറന്നു, ശരിക്കും മറന്നു. കുറേ കാലം കഴിഞ്ഞപ്പോഴാണ്, പിന്നെ ഒരു 1-2 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ സ്ത്രീ ഉമാ ഡക്കുന എന്ന് പറയുന്ന ആ മാഡം അവർ വിളിച്ചിട്ട് അവർ ഐ ഹോപ്പ് യു ആർ ബീങ് സെലക്ടഡ്, യു ഹാവ് ബീൻ സെലക്ടഡ്
ദേ വിൽ കോൾ യു നോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അവർ വിളിച്ചു ലോസ് സമയത്ത് എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? അതായത് എന്താ ബീയിങ് ആൻ ആർട്ടിസ്റ്റ്, അത് ഒരു മനുഷ്യൻ്റെ ഒരു നടൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും അസുലഭമായ ഒരു അവസരമല്ലേ അത്. അതായത് ഒരു ഹോളിവുഡ് ചിത്രത്തിൽ അഭിനയിക്കുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. പക്ഷെ ഒരുപാട് പേര് ഹോളിവുഡ് ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഇന്ത്യക്കാർ. പക്ഷെ സ്പിൽബർഗിൻ്റെ പടത്തിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് ഗ്രേറ്റ്. അപ്പോൾ എല്ലാ ചിത്രങ്ങളും ഓസ്കാറിന് പോവുകയും ഒരുപാട് പ്രാവശ്യം ഓസ്കാർ അവാർഡ് വാങ്ങിക്കുകയും ചെയ്ത് ശരിക്കും ലോക പ്രശസ്തനായ ഒരു സംവിധായകൻ, ലോക പ്രശസ്തൻ എന്ന് പറയാൻ എന്ന പേരിന് അർഹനായ ഒരാളാണ് സ്പിൽബർഗ്. അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വരും. അപ്പോൾ ശരിക്കും ഈ പത്രക്കാരും ചാനലുകാരും ഒക്കെ ബഹളമായി. അങ്ങനെ അവസാനം അവർ വിളിച്ച് പറഞ്ഞു മദ്രാസിൽ പോകണം, വിസ പേപ്പേഴ്സ് അവിടെ അയക്കാം, കോൺസുലേറ്റ് അവിടെയാണല്ലോ, എംബസി എന്താ കോൺസുലേറ്റ്, അവിടെ പോയി വെയിറ്റ് ചെയ്തു. ഹോട്ടൽ നമ്പരൊക്കെ അവരെല്ലാ ദിവസവും രാത്രി വിളിക്കും. യു വെയിറ്റ് ദെയർ, യുവർ പേപ്പേഴ്സ് ആർ ബീങ് ഫൈനലൈസ്ഡ്. അങ്ങനെ ഒരു ദിവസം അങ്ങനെയല്ല. ഈ നമ്മൾ എന്താ വേറൊരു ഒരു ലോകത്തിലായിരുന്നു, ഭൂമിയിലും അല്ല ആകാശത്തും അല്ല, അതിനിടയ്ക്ക് എന്താ ഒരു സ്വർഗരാജ്യം പോലത്തെ ഒരു രാജ്യത്തായിരുന്നു. വളരെ സുഖലോലുപനായി സന്തോഷവാനായി ഇങ്ങനെ പരിവാര സമേതനായി ജീവിച്ചു പോകുന്ന കാലമായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ വിളിച്ചു പറഞ്ഞു, സോറി, വി ആർ നോട്ട് ഏബിൾ ടു ഫൈനലൈസ് യുവർ പേപ്പേഴ്സ്, സോ വിൽ ഹാവ് ടു ലൂസ് ദിസ് ചാൻസ്. ഞാൻ ചോദിച്ചു വേറെ ഒരു വഴിയുമില്ലേ എന്ന് ചോദിച്ചു. ഒരു വഴിയില്ല, നോ അതർ വേ. അത് ശരിക്കും അന്ന് അപ്പോൾ ഒരു അതായത് ഇത്രയും പൊക്കത്തിൽ താഴെ വീഴുമ്പോഴുള്ളൊരവസ്ഥയില്ലേ അവർക്ക്. കാരണം ഒരാഴ്ചയേ ഉള്ളൂ അടുത്ത ഷൂട്ടിംഗ് തുടങ്ങാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാരണം കൊണ്ട് ഷൂട്ടിംഗ് മാറ്റിവെച്ചാൽ അവർ കോമ്പൻസേഷൻ കൊടുത്ത് മുടിഞ്ഞു പോകും. കാരണം അമേരിക്ക പോലുള്ള രാജ്യത്ത് എന്തിനും കേസല്ലേ. അങ്ങനെ അവർ എനിക്ക് മാത്രം കോമ്പൻസേഷൻ തന്ന് ഒതുക്കി. വിഷമമായി പോയി.